മുസ്ലിം ഉമ്മത്ത് മറന്നുപോയ ഒരു ഭാഗമാണിത്. രണ്ട് നിലക്കും. ഒന്ന്, നമ്മളൊരു തെറ്റ് ചെയ്തു പോയി. കുല്ലു ഇബ്നി ആദമ ഖത്താഉൻ, ആദമിൻ്റെ മക്കൾക്കൊക്കെ തെറ്റുപറ്റും, ഉറപ്പാണ്. തെറ്റുപറ്റാത്തവരില്ല. നിങ്ങൾ തെറ്റ് ചെയ്യുന്നില്ലെങ്കിൽ തെറ്റ് ചെയ്യുന്ന മറ്റൊരു സമൂഹത്തെ അള്ളാഹു കൊണ്ടുവരുമെന്നാണ് പറഞ്ഞത്. അതിനർത്ഥം തെറ്റ് ചെയ്യാനാണ് നമ്മളെ സൃഷ്ടിച്ചത് എന്നാണോ? അല്ല, തെറ്റു സ്വാഭാവികമാണ്. പക്ഷേ അതിനുവേണ്ടി അള്ളാഹു നിശ്ചയിച്ച പരിഹാരങ്ങൾ ആര് ചെയ്യുന്നു എന്നതാണ് അള്ളാഹുവിൻ്റെ പരീക്ഷണം. അതിൽപ്പെട്ട ഒന്നാണ് നിങ്ങൾ ആ തിന്മയെ നന്മ കൊണ്ട് ഫോളോ ചെയ്യണം. ഏതാണ് അൽ ഹസന? ഇവിടെ പറഞ്ഞ ഹസന രണ്ട് ഷറഹാണ് അതിനുള്ളത്, രണ്ട് വ്യാഖ്യാനമാണ്. ഒന്നാമത്തത് അത്തൗബ. ആ തൗബയേക്കാൾ വലിയൊരു ഹസനത്ത് വേറെയില്ല. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വഇദാ ഫഅലൂ ഫാഹിഷതൻ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ ഫസ്തഗ്ഫറൂ ലിദുനൂബി. അവർ സ്വന്തം ദേഹത്തോട് വല്ല തെറ്റും ചെയ്തു പോയാൽ, ഒരു നീചവൃത്തി ചെയ്തു പോയാൽ, പിന്നെ ഉടനെ പറഞ്ഞ നന്മ എന്താണ്? ദക്കറുല്ലാഹ്, അല്ലാഹുവിനെ ഓർക്കുക. അതാണ് അൽ ഹസന. വസ്തഗ്ഫറൂ ലിദുനൂബിഹിം, ആ പാപം പുറത്തു കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് പറയുകയും ചെയ്യുന്നു. അപ്പോൾ ആ തിന്മ സംഭവിച്ചാൽ ഉടനെ തന്നെ ഉണ്ടാകുന്ന നന്മയെക്കുറിച്ച് അള്ളാഹു പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? ദിക്റുല്ലാഹി വൽ ഇസ്തിഗ്ഫാർ, അള്ളാഹുവിനെ ഓർക്കലും ഇസ്തിഗ്ഫാറുമാകുന്നു. അതാണ് ഏറ്റവും നല്ല ഹസനത്ത്. ഹസനത്തിൽ ഏറ്റവും മുന്തിയതായി നിൽക്കുന്നത് ഇസ്തിഗ്ഫാറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിലിരുന്നാൽ പോലും 100-ലധികം തവണ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞിരുന്നു ഒറ്റ മജ്ലിസിൽ. അപ്പോൾ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ചൊല്ലിയിട്ടുണ്ടാകും? അപ്പോൾ ഞാനും നിങ്ങളും എത്ര ചൊല്ലേണ്ടി വരും? അതാണ് ഏറ്റവും വലിയ ഹസനത്ത്. രണ്ടാമത്തത് ആമായ എല്ലാ ഹസനാത്തുകളും. ഒരു തെറ്റ് സംഭവിച്ചാൽ പിന്നെ അതങ്ങനെ തന്നെ തുടരുകയല്ല, അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മൾ മാറി, പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ഏറ്റവും വലിയൊരു സുന്നത്ത് അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു കാര്യം നന്മയിൽ പിന്നീട് വർധനവുണ്ടാക്കണമെന്നാണ്. നന്മയിൽ പിന്നീട് വർധനവുണ്ടാക്കേണ്ടതുണ്ട്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഒരു വ്യക്തി ഒരു സ്ത്രീയെ ചുംബിച്ചു, അല്ലെങ്കിൽ ആ വ്യക്തിയെ ആ സ്ത്രീ ചുംബിച്ചു, രണ്ടാണെങ്കിലും സംഭവിച്ചു. ഫഅതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് ഫഅഖ്ബറഹു, സംഭവിച്ച അബദ്ധത്തെക്കുറിച്ച് പറഞ്ഞു. ഒരു ചുംബിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഫഅൻസലല്ലാഹു അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടനെ തന്നെ ആയത്തിറക്കി. സൂറത്ത് ഹൂദിലെ 114-ാമത്തെ ആയത്താണ്. എന്താണ് അതിലുള്ളത്? വഅഖിമിസ് സ്വലാത്ത, നമസ്കാരം നിലനിർത്തുക. ത്വറഫയിൻ നഹാർ, പകലിൻ്റെ രണ്ടറ്റങ്ങളിൽ, അഥവാ അൽ ഫജ്റു വൽ അസ്റു വസുലഫൻ മിനൽ ലൈൽ, പിന്നെ രാത്രിയിലെ നമസ്കാരങ്ങളും, അൽ മഗ്രിബു വൽ ഇശാഉ, മഗ്രിബും ഇശാഉം. അതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നൽ ഹസനാതി യുദ്ഹിബുന സയ്യിആത്ത്, നിശ്ചയം ധാരാളം നന്മകൾ. അവിടെ ഹസനത്ത് എന്നല്ല പറഞ്ഞത്, ഇന്നൽ ഹസനാതി, നന്മകൾ, യുദ്ഹിബുന സയ്യിആത്ത്, തിന്മകളെ ഇല്ലാതാക്കി കളയുന്നു. ദാലിക ദിക്റാ ലിദ്ദാകിരീൻ, ദാകിരീങ്ങൾ ഇത് ഓർത്തു വെക്കട്ടെ എന്നാണ്. ഓർത്തു വെക്കുന്നവർ ഇത് ഓർത്തു വെക്കട്ടെ എന്നാണ്. കാരണം അധികം ആളുകൾ മറന്നുപോകുന്ന വിഷയമാണ്. തെറ്റ് സംഭവിച്ചാൽ തൗബയുടെ കൂടെ ഇസ്തിഗ്ഫാറിൻ്റെ കൂടെ എന്ത് ചെയ്യുക? നാം നേരത്തെ പതിവാക്കിയിട്ടില്ലാത്ത നന്മകൾ തന്നെ തേടിപ്പിടിച്ച് ധാരാളം നന്മകൾ ചെയ്യുക. അതുകൊണ്ടാണ് ഇന്നൽ ഹസനാത്തി ബഹുവചന രൂപത്തിൽ പറഞ്ഞത്. ധാരാളം നന്മകൾ, ധാരാളം തിന്മകളെ ഇല്ലാതെയാക്കി കളയുന്നതാണ്. അതുകൊണ്ടാണ് ആ സ്വഹാബി ചോദിച്ചത്, അല്ലാഹുവിൻ്റെ റസൂലേ, യാ റസൂലല്ലാഹ് അലി യഹാദ, ഇതെനിക്ക് വേണ്ടി മാത്രം ഖാസായി ഇറങ്ങിയ ആയത്താണോ? കാരണം അദ്ദേഹം ഇത് വന്ന് ചോദിച്ചപ്പോഴാണല്ലോ ഈ ആയത്ത് അവതരിപ്പിക്കപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, ലി ജമീഇ ഉമ്മത്തി കുല്ലിഹിം, എൻ്റെ ഉമ്മത്തിലെ മുഴുവൻ ആളുകൾക്കും ഇൻഷാ അല്ലാഹ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നതാണ്.